എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി കപ്പ ബിരിയാണിയാണ്. എല്ലാവരും ഒരു പോത്തൊക്കെ വെച്ചാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ വെറൈറ്റി ആയിട്ട് ഇന്നൊരു പോർക്കിൻ്റെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒറ്റൊന്നെടുത്തായിട്ടും അപ്പോൾ നമ്മൾ എല്ലൊക്കെ നല്ലോണം കഴുകി എടുക്കുന്നുണ്ടേ. വെക്കണോ? അപ്പോൾ നമ്മൾ എല്ലിൻ്റെ കൂടെ കുറച്ച് 1 കിലോ ഇറച്ചിപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മൾ കഴുകിയിട്ട് ഒരു കുക്കറിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളമോട് ചേർത്ത് ഒന്ന് പുഴുങ്ങിയെടുക്കണം ആദ്യം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കണം. ഈ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടൈമായിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് ബാക്കി നോക്കാം. അത് ഒന്ന് വേവട്ടെ ആദ്യം. അപ്പോൾ നമ്മളെ കുക്കറൊന്ന് വിസിലടിച്ചിട്ടുണ്ട്, 3 വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് വന്നെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച പന്നിയിറച്ചിയും എല്ലും കൂടി ഒന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട് നമ്മൾ കുറച്ച് സവാള ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് തക്കാളി ഇടുന്നുണ്ട്, പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്, പിന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇട്ട് മിക്സ് ചെയ്യണം. അതിലേ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും എരിവിനനുസരിച്ച് ചേർത്താൽ മതി, ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് അത്യാവശ്യം വെള്ളം നിന്നോട്ടെ. പന്നിന്ന് ഇറച്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും എന്തായാലും. അപ്പം എന്നാലും കുറച്ച് വെള്ളം നിട്ടാൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പന്നിയിറച്ചി ആയതുകൊണ്ട് കേട്ടോ, നമ്മളെല്ലാം സാധാരണ പോത്തിറച്ചി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് കുക്കറിൽ തന്നെ വെച്ചിട്ട് മൂടി അടച്ച് ഒന്ന് അടുപ്പത്തേക്ക് തന്നെ വെക്കാം. അപ്പോൾ നമ്മൾ ആ കുക്കറിൽ എടുത്തിട്ട് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. അത് പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ലൂസാണ്. ഇപ്പം ലൂസായാലും നമുക്ക് കപ്പ ബിരിയാണിയിലേക്ക് കുറച്ചൊരു 5 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, ടൈറ്റ് ആക്കിയോളും. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ആ കറി നമ്മളൊന്ന് മാറ്റി വെച്ചിരിക്കുക. കപ്പുണ്ട്, ഈ കപ്പ നമുക്കൊന്ന്
പൊളിച്ചെടുക്കണം. അത് പൊളിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇത് കഴുകുക വരട്ടോ. അപ്പോൾ കഴുകപ്പോൾ നമ്മളൊന്ന് നുറുക്കിയിടുകയാണ്. എല്ലാം നുറുക്കിയിട്ട് സെറ്റായിട്ട് അപ്പോൾ എല്ലാം കൂടെ നുറുക്കി കഴിഞ്ഞിട്ടോ. കപ്പയൊക്കെ ഒന്ന് നുറുക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പുഴുങ്ങിയെടുക്കണം നമുക്ക്. അപ്പം കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നേരത്തെ മാറ്റി വെച്ച കറിയിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കാം. സെറ്റപ്പാ. പറ്റുമപ്പ ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചൂടാകുമ്പോൾ നമ്മളിത് നേരത്തെ ഇളക്കി വെച്ച മിക്സിലേക്ക് ഇതും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കപ്പ പുഴുങ്ങാൻ റെഡിയാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു ഇതില്ല കേട്ടോ. നമ്മളെ രീതിയിലൊന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.